ഈ പ്രിയതമ അവിടെ കാത്തു നിൽക്കുന്നു എന്നും പറഞ്ഞ്. പിന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴേ എന്നത്തെ പോലെ സുപ്പുവിൻ്റെ ബ്യൂട്ടി ടിപ്പെല്ലാം 2-3 ദിവസം കൊണ്ട് നടക്കുന്നത് കേട്ടോ. ഞാൻ വീഡിയോ എടുത്തിട്ട് ഒത്തിരി ദിവസമായി. ഇന്നലെ മെനഞ്ഞാന്നും അതൊക്കെ കണ്ടത് നേരത്തെ എടുത്തു വെച്ചിരുന്നത് നമ്മുടെ വീഡിയോ കേട്ടോ. 3-4 ദിവസം കൊണ്ട് നമ്മൾ ഒരു വിട്ടു പോയതാണ് കേട്ടോ. ഇങ്ക നാട്ടിൽ നിന്നേ പോയാച്ചു. സുപ്പു തമിഴ്നാട്ടിലൊക്കെ പോയി കുറച്ച് തമിഴൊക്കെ പഠിച്ചു കേട്ടോ. തമിഴന്മാരുടെ കൂടായിരുന്നു ഒരു 3 ദിവസം. അതുകൊണ്ട് ഞാനും കുറച്ച് തമിഴൊക്കെ പഠിച്ചു. ആവശ്യമില്ലാത്തടത്തെല്ലാം വള്ളിയിടുന്ന ഒരു പരിപാടിയുണ്ട് ഈ തമിഴന്മാർക്ക് കേട്ടോ. അതുകൊണ്ട് ആവശ്യമില്ലാത്തടത്ത് നമുക്ക് വള്ളിയൊന്നും ഇടണ്ട കേട്ടോ. ആവശ്യമുള്ളതിന് മാത്രം വള്ളിയൊക്കെ ഇട്ടാൽ മതി. അവരുടെ ഈ ഭാഷകളെ കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും കേട്ടോ. അതുകൊണ്ട് ആവശ്യമില്ലാത്തടത്ത് നമ്മൾ പോയി ഭാഷകളൊന്നും പറഞ്ഞ് പഠിക്കുന്നൊന്നും ഇല്ല. എന്തായാലും നമ്മൾ വിട്ടിട്ട് 2-3 ദിവസമായി കേട്ടോ. ഇന്നലെ രാത്രിയിലാണ് വന്നത്. നമ്മൾ കുറച്ച് ക്ഷേത്രങ്ങളിലൊക്കെ പോയി കാണാൻ, പിന്നെ തൊഴാനും അവിടെയൊക്കെ ഒന്ന് കാണാനും ഒക്കെ പോയിരുന്നു. എല്ലാ വർഷവും നമ്മൾ മക്കളെയും കൊണ്ട് പോകും കേട്ടോ. എപ്പോഴും നമ്മുടെ വീട്ടിൽ തന്നെയൊക്കെ ഈ ഏരിയയിലൊക്കെ അല്ലേ നമ്മൾ കറങ്ങുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മക്കളെയും കൊണ്ട് നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ നമ്മുടെ മക്കളെ എല്ലായിടത്തും കൊണ്ടുപോയി കാണിക്കണം. ക്ഷേത്രങ്ങളിലാണെങ്കിലും അവർക്കിഷ്ടമുള്ള സ്ഥലത്തൊക്കെ നമുക്ക് കൊണ്ടുപോയി കാണിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പ്രായമാകുമ്പോൾ അവർ പറയരുത്, പപ്പയും അമ്മയും ഞങ്ങളെ എങ്ങും കൊണ്ടുപോയി കാണിച്ചിട്ടില്ലല്ലോ എന്ന് പരാതി പറയരുത്. ആ ഒരു പരാതി ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ്. അവർക്ക് അതൊരു നമ്മക്കാണെങ്കിലും നമ്മുടെ മക്കൾക്കാണെങ്കിലും ക്ഷേത്രങ്ങളിലൊക്കെ അതൊരു അനുഗ്രഹവും കൂടെയാണ് കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങളുടെ യാത്രയൊക്കെ നല്ലതായിരുന്നു. കുറച്ച് സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളും ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കുറച്ച് കുഞ്ഞായിട്ടൊന്ന് വിഷമിക്കാൻ പറ്റിയ തക്കതായിട്ടുള്ള ഒരു കാരണവും എൻ്റെ കള്ളകൃഷ്ണൻ തന്നു. ഗുരുവായൂർ പോയി നമ്മൾ ഒരുപാട് ക്ഷേത്രങ്ങളിൽ നമ്മൾ പോയിട്ടില്ലാത്ത ക്ഷേത്രങ്ങളിൽ ഞങ്ങൾ പോയി കേട്ടോ. നമ്മൾ പാലക്കാട് കൽപ്പാത്തി രഥോത്സവ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ട്. നമ്മുടെ സരസ്വതി സാറേ ടീച്ചറുണ്ടല്ലോ, നമ്മുടെ യൂട്യൂബർ, അമ്മ എന്നെ വിളിച്ചിരുന്നു, സുപ്പു നീ അത് കാണാൻ വരുന്നില്ലേന്ന്. പക്ഷേ രഥോത്സവം ഒന്നും നമ്മൾ കണ്ടില്ല. ക്ഷേത്രവും രഥവും ഒക്കെ നമ്മൾ കണ്ടു കേട്ടോ. ഒന്നും പറയാൻ പറ്റിയില്ല. പെട്ടെന്നുള്ള യാത്രയൊക്കെ ആയതുകൊണ്ട് നമ്മൾ ആരോടും ഒന്നും പറയാനും പറ്റിയില്ല. അവിടെ വരുന്നു. അതുമല്ല, നമ്മളിങ്ങനെ എല്ലാവരും കൂടെ പോകുമ്പോൾ നമ്മൾക്ക് ഇന്ന സമയത്ത് അവിടെ വരുന്നു എന്നൊന്നും നമുക്ക് പറയാനും പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷം എൻ്റെ കൂട്ടുകാരി കാണാൻ പറ്റി കേട്ടോ. അവൾ തിരുവൈരാനിക്കുളത്ത് അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ താമസം. ഇതുവരെ ഞാൻ നമ്മുടെ ഇവിടെ ഉണ്ട്, ഇവിടെ നാട്ടിലെ അടുത്ത് തന്നെ വീട്. പക്ഷെ അവൾ അവിടെ ആണ് കേട്ടോ. അവിടെ 3 മക്കൾ, ഹസ്ബൻഡും എല്ലാം അവിടെ ആണ്. അവളെ ഒന്ന് കാണാൻ പറ്റി. ഒത്തിരി എൻ്റെ കളിക്കൂട്ടുകാരി കേട്ടോ. അവളെ ഒന്ന് കാണാൻ പറ്റി. അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ അവരെപ്പോഴും അമ്പലത്തിലുണ്ട്. അങ്ങനെ നമുക്ക് പാസ്സൊക്കെ പെട്ടെന്ന് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കയറാം. പക്ഷെ നമ്മൾ വണ്ടിയിലല്ലേ പോയേ. അതുകൊണ്ട് നമുക്ക് നേരത്തെ ബുക്ക് ചെയ്തിട്ടിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കയറാനും പറ്റി. സന്തോഷമായിട്ട് എല്ലാവരെയും കണ്ടു കേട്ടോ. അമ്മയൊക്കെ കണ്ടു. ഞാൻ ആദ്യമായിട്ടാണ് തിരുവൈരാനിക്കുളത്ത് പോകുന്നത് കേട്ടോ. ആദ്യമായിട്ടാണ് പോകുന്നത്. പോയ ക്ഷേത്രങ്ങളിലെല്ലാം ദേവന്മാരെയും ദേവികളെയൊക്കെ കണ്ടു അനുഗ്രഹമൊക്കെ വാങ്ങി. നിങ്ങളുടെ സുപ്പ് ഇവിടെ വന്നിരിക്കുകയാണ്. പോയ കൂട്ടത്തിൽ എല്ലാവരുടെയും എൻ്റെ കൂട്ടുകാരുടെ കുടുംബസമേതം പേരറിയത്തില്ലെങ്കിലും എന്നാലും എല്ലാവരുടെയും കാര്യം സുപ്പ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കറിയാമല്ലോ, സുപ്പ് കള്ളത്തരം പറയത്തില്ല. എല്ലാവർക്കും വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. ഏത് ക്ഷേത്രങ്ങളിലാണേലും എവിടെയാണേലും നമ്മൾ പോകുന്നത്. ഇവിടെ ഇരുന്ന് വിളിച്ചാലും കേൾക്കും. എന്നാലും നമ്മൾ അവിടെയൊക്കെ കാണാൻ നമ്മൾ പോയിട്ടില്ലാത്ത ക്ഷേത്രങ്ങളിലൊക്കെ ഒന്ന് പോയി തൊഴാൻ പറ്റി. ഭയങ്കര സന്തോഷമായി. പിന്നെ ഗുരുവായൂർ ചെന്നപ്പം എൻ്റെ അണ്ണനെ കാണാതെ പോയി. ആ കള്ളകൃഷ്ണൻ എനിക്ക് തോന്നുന്നു കുറച്ച് സമയത്തേക്ക് എന്നെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി എത്രത്തോളം എനിക്ക് എൻ്റെ അണ്ണനെ ഇഷ്ടം ഉണ്ട്, സ്നേഹമുണ്ട്, ഇത്തിരി നേരം ഒന്ന് മാറി നിന്നാൽ വിഷമിക്കുകയോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി കുറച്ച് സമയത്ത് എന്നെ ഞങ്ങളെ തമ്മിലൊന്നും മാറ്റി നിർത്തി. ബാക്കി എല്ലാവരും അവിടെ ചെരുപ്പൊക്കെ കൊണ്ടിട്ടാ പോയി. ഞങ്ങൾ 4 പേരും ഞങ്ങളുടെ ഒരു സ്ഥലത്ത് കൊണ്ടിട്ടാ. 3 മണിയൊക്കെ ആയി നമ്മൾ പോയപ്പോൾ നിർമ്മാല്യം കണ്ട് തൊഴാൻ
ക്യൂ നിൽക്കണ്ടേ. അപ്പോൾ 3-3:30 ആയപ്പോൾ നമ്മളെല്ലാം ഇരുട്ടത്തൊക്കെ അല്ലേ, എവിടെയോ നമ്മൾ ചെരുപ്പ് കൊണ്ടിട്ടു. തിരിച്ച് നിർമ്മാല്യമൊക്കെ കണ്ട് നമ്മൾ 8 മണിയൊക്കെ ആയപ്പോഴത്തേനും എനിക്ക് തോന്നുന്നു വെളിയിൽ ഇറങ്ങിയത്. ക്യൂവിനകത്തൊക്കെ നിന്ന് അപ്പോൾ വന്ന് ചെരുപ്പ് തപ്പി അവിടെ ഒന്നും കാണുന്നില്ല. 4 പേരും തപ്പോട് തപ്പ്, പക്ഷെ ചെരുപ്പ് കണ്ടില്ല. അങ്ങനെ തപ്പി ഞാനും മക്കളും ഒരിടത്ത് നിൽപ്പുണ്ട്. നമ്മുടെ അണ്ണനെ പെട്ടെന്ന് കാണാതെ പോയി. ഒത്തിരി നേരമൊക്കെ ഞങ്ങൾ വിചാരിച്ചു തിരക്ക് വരികയായിരിക്കും. ഒരു 10-15 മിനിറ്റായിട്ടും തിരിഞ്ഞ് കാണുന്നില്ല, കണ്ടിട്ടില്ല. എന്തോ ഭയങ്കര നമുക്ക് നിങ്ങൾ പറ, ഒരു 300 കല്യാണം ഉണ്ടായിരുന്നു അന്ന്. 3 മണി മുതൽ കല്യാണം, 3:30 മുതൽ കല്യാണം, 300 കല്യാണം. ഒരു സദ്യ പോലും കഴിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ കുറച്ച് ചെക്കന്മാരെയും പെണ്ണുങ്ങളെയൊക്കെ നമ്മൾ കണ്ടു. അവർ സന്തോഷകരമായിട്ടുള്ള കുടുംബജീവിതങ്ങൾ നയിക്കട്ടെ. ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു കേട്ടോ. നമുക്ക് അതൊക്കെയുള്ളൂ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. കുറച്ച് ചെറുക്കന്മാരെയും പെണ്ണുങ്ങളെയൊക്കെ നമ്മൾ കണ്ടു. അതിൻ്റെ തലേന്നായിരുന്നു നമ്മുടെ സുനുവിൻ്റെ മോടെ കല്യാണം. നമ്മുടെ യൂട്യൂബർ സുനിതയുടെ മോടെ കല്യാണം. പക്ഷെ അന്നായിരുന്നെങ്കിൽ എനിക്ക് കാണാൻ പറ്റിയേനെ. നമ്മുടെ ചേച്ചിയൊക്കെ അവിടെ വന്നിരുന്നു. വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ഞാൻ വണ്ടി പോവാണെങ്കിലും എല്ലാവരുടെയും വീഡിയോ കാണുന്നുണ്ടായിരുന്നു. കമൻറ്റ് എല്ലായിടത്തും വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ കണ്ടിരുന്നു കേട്ടോ, കല്യാണമൊക്കെ ഞാൻ കണ്ടിരുന്നു. പക്ഷേ ഞാൻ പോയത് 18-ാം തീയതിയാണ് നമ്മൾ ഗുരുവായൂർ ചെല്ലുന്നത് കേട്ടോ. അതുകൊണ്ട് കാണാൻ പറ്റിയില്ല. പിന്നെ അങ്ങനെ ഒത്തിരി 10-15 മിനിറ്റ് എൻ്റെ അണ്ണനെ കണ്ടില്ല കേട്ടോ. അവസാനം ഇങ്ങനെ നമുക്ക് അനൗൺസ്മെൻറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് വിളിച്ച് പറയിപ്പിക്കാം, ഈ പ്രിയതമ അവിടെ കാത്തു നിൽക്കുന്നു എന്നും പറഞ്ഞ്. പിന്നെ പെട്ടെന്ന് ഞങ്ങൾ അവിടെ തന്നെ നിന്നത്, അതിനടുത്ത് തന്നെ നിന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് മോനെയും കൊണ്ട് പറഞ്ഞു ഇതേപോലെ പേരും അഡ്രസ്സും ഒക്കെ പറഞ്ഞു. അഡ്രസ്സ് വേണ്ടല്ലോ, നമ്മൾ സ്ഥലപ്പേരും പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോഴാ അനൗൺസ്മെൻറ്റ് കേട്ട് ഇത്തിരി കഴിഞ്ഞപ്പോൾ ഒരാൾ കണ്ണു നിറഞ്ഞു വന്ന് നിൽക്കും. കണ്ണും നിറഞ്ഞു വന്ന് ആരായാലും ഒന്നും ഇത്രയും ആൾക്കാരുടെ ഇടയ്ക്ക് ഒരാളെ കാണാതെ പോകുമ്പോൾ നമുക്ക് വിഷമം എത്തില്ല. വന്ന് നിൽക്കുന്നു കണ്ണും നിറഞ്ഞ് കേട്ടോ. ഞങ്ങളെ കണ്ടില്ല എന്നവർ നമുക്കും ഒരു വെപ്രാളമില്ല. അനൗൺസ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞതുകൊണ്ട് ഞങ്ങളെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. അങ്ങനെ ഞാൻ ചോദിച്ചു എവിടെ പോയി, എൻ്റെ കാലത്ത് എവിടെ പോയി? ഞാനുണ്ട് നിന്നെ തപ്പി ഇവിടെ നടന്നതാണ്. ഞാൻ പറഞ്ഞു ഞങ്ങൾ 3 പേര് ഇവിടെ നിൽപ്പുണ്ട്. എല്ലാവരും തൊട്ടടുത്ത് തന്നെ, പക്ഷെ നമുക്ക് കാണാൻ പറ്റത്തില്ല കേട്ടോ. ഇത്രയും ആൾക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ കാണാൻ പറ്റത്തില്ല കേട്ടോ. പക്ഷെ ഞങ്ങൾ ചെരുപ്പ് 4 പേരുടെയും ചെരുപ്പ് പോയി. പിന്നെ ഞങ്ങൾ വേറെ ചെരുപ്പൊക്കെ വാങ്ങിച്ച് ഇട്ട് പിന്നെ ബാക്കി അമ്പലങ്ങളിലെല്ലാം പോയത്. മധുര മീനാക്ഷി അമ്മയൊക്കെ കണ്ടു കേട്ടോ. അടിപൊളിയായിരുന്നു. എല്ലാ സ്ഥലത്തും എനിക്ക് പേരറിയാൻ വയ്യാത്ത ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോയി. സന്തോഷം കൊണ്ട് സത്യം പറഞ്ഞാൽ നമുക്ക് പഴനി പോയപ്പോൾ മുരുകനെ കാണാൻ നമുക്ക് VIP പാസ്സൊക്കെ കിട്ടുക. നമുക്ക് പെട്ടെന്ന് നമുക്ക് ഒത്തിരി സമയം അവിടെ നിന്ന് നമുക്ക് തൊഴാൻ പറ്റി കേട്ടോ. അതും ഒരു 10-15 മിനിറ്റ് നമുക്ക് മുരുകനെ കണ്ടു നിന്ന് തൊഴാൻ പറ്റിയ അതിൽ പേരെ ഒരു സന്തോഷം ഞങ്ങൾക്ക് ഇല്ല കേട്ടോ. ഞങ്ങൾ മാത്രം നിന്നേ. നമ്മൾ തൊഴുതിട്ട് പോകാൻ നിന്നപ്പം സെക്യൂരിറ്റി പറയും അവിടെ നിൽക്കുന്ന അമ്മ തൊഴുതോ ഞങ്ങൾ മാത്രം ഇങ്ങനെ നിന്ന് നമ്മുടെ മുരുകൻ സ്വാമിയെ ഇങ്ങനെ തൊഴുത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇഷ്ടം പോലെ ഗുളിക കഴിച്ചിട്ട് പോയാൽ നടുവേദന കാലുവേദന ഫുൾ വേദനയായിട്ട് പോയ എനിക്ക് ഇത്രയും പടിയൊക്കെ കയറി ഇത്രയും യാത്ര ചെയ്ത് നമ്മളിവിടെ വന്നിരിക്കുന്നു. പക്ഷേ എനിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാനവിടെ പോയെന്ന് പോലും എനിക്കറിയാൻ വയ്യ. ഒരു കുഴപ്പമില്ല. ഇവിടെ വന്നിരിക്കുന്നു, ഒരു കുഴപ്പമില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട്. അപ്പോൾ നമ്മൾ അതുപോലെ പ്രാർത്ഥനയും വ്രതവും ഒക്കെ എടുത്തിട്ടൊക്കെയാണല്ലോ നമ്മൾ പോയത്. അപ്പോൾ നമുക്കൊരു ആപത്തും ഇല്ലാതെ ദൈവം നമ്മളെ ഇവിടെ നമ്മുടെ സുപ്പുവിൻ്റെ കുഞ്ഞു വീട്ടിൽ എത്തിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ചിരിക്കാൻ പറ്റിയ ഗൂഗിൾ മാപ്പ് നോക്കി നമ്മുടെ ഡ്രൈവർമാർ ചെക്കന്മാർ ഞങ്ങൾ ചതിച്ചു. ഒത്തിരി സ്ഥലത്ത് വട്ടം കറക്കിച്ചു. ഈ തമിഴന്മാർ വിചാരിക്കായി നമ്മുടെ നാട്ടിൽ ടൂറിസ്റ്റ് ബസ്സില്ലല്ലോ, ഇതെവിടെ നിന്ന് വരുന്ന ടൂറിസ്റ്റ്. എല്ലാവരും ഇങ്ങനെ എത്തി നോക്കും. ഞങ്ങൾ പറഞ്ഞു ചിരിക്കാം, ദൈവമേ ഇതിലൊന്നും വണ്ടി പോലും പോകാത്ത സ്ഥലമാണ്. നിങ്ങൾ ഈ ഗൂഗിൾ മാപ്പും നോക്കി പോയാൽ നമ്മളെവിടെ പോകും? കേരളത്തിലെത്താൻ സാധ്യതയില്ല. എന്തായാലും ഇന്നലെ ഒരു 11:30 ആയപ്പോൾ നമ്മളിവിടെ വന്നു കേട്ടോ. അതുകൊണ്ട് ആരും ഗൂഗിൾ മാപ്പ് നോക്കി എങ്ങും പോയേക്കരുത്. ചെക്കന്മാരെ കൊച്ചു പയ്യന്മാരായിട്ടോ, കുഴപ്പമില്ല. ഇച്ചിരിയൊക്കെ ഞങ്ങളെന്ന് വട്ടം കറക്കിച്ചു. എന്ന് വെച്ചാൽ വേറെ ഏതോ ചെറിയ വഴിക്കിടക്കെ ഒത്തിരി നേരം ഞങ്ങൾ കറങ്ങി. എന്തായാലും കുഴപ്പമില്ല, നമ്മളിവിടെ വന്നെത്തി കേട്ടോ. അപ്പോൾ ഒത്തിരി സന്തോഷം. എല്ലാ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് പ്രാർത്ഥിച്ചപ്പോൾ ഒരു സമാധാനം മനസ്സിന് കേട്ടോ. ഒരു സമാധാനം എന്തെന്നില്ലാത്തൊരു സന്തോഷമുണ്ട്. എല്ലാവരെയും കാണാൻ പറ്റിയതില്ല. അപ്പോൾ
അങ്ങനെ കുറച്ച് ലൊട്ടിലൊടുക്ക് സാധനങ്ങളൊക്കെ സുപ്പ് വാങ്ങിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ചാൽ മധുര മീനാക്ഷി കോവിലിൽ ഞങ്ങൾ പോയപ്പോൾ ഇത് നമുക്ക് കൃഷ്ണ വിഗ്രഹം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ച കൃഷ്ണൻ്റെ മുന്നിൽ വെക്കാൻ എനിക്കിതുപോലൊരു ഇത് വേണം. ഇത് ഓടല്ലേ, ചെമ്പോ ഓടോ, ഇത് വാങ്ങിച്ചേട്ടാ. അണ്ണം വാങ്ങിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ വാങ്ങിച്ച സംഭവങ്ങളിൽ. ഇതിനകത്ത് വെള്ളം നിറച്ച് നമുക്ക് പൂവൊക്കെ ഇട്ട് വയ്ക്കാം കൃഷ്ണൻ്റെ മുന്നിൽ. പിന്നെ ഇത് നമ്മുടെ ഇവിടെ ഒരു അമ്പലം ഉണ്ടല്ലോ, ഒരു മുരുകൻ അമ്പലമുണ്ട്. അവിടെ നിന്ന് നമ്മൾ മയിൽപ്പീലി വാങ്ങിച്ചു. അതും കൃഷ്ണൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കൂട്ടം ഇങ്ങനെ സെറ്റായിട്ട് ഇങ്ങനെ പിടിയായിട്ട് നമുക്ക് ഇങ്ങനെ കെട്ടി വെച്ചേക്കും. അത് വാങ്ങിച്ചു. അതൊക്കെയാണ് എനിക്കിഷ്ടപ്പെട്ടത് കേട്ടോ. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ലൊട്ടിലൊടുക്ക സാധനങ്ങൾ കേട്ടോ. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി നമ്മൾ ഫുഡൊന്നും ഒരുപാടൊന്നും കഴിക്കാൻ പോയില്ലെന്ന് വെച്ചാൽ നമുക്ക് അങ്ങോട്ട് പിടിക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഫുഡൊക്കെ ഞങ്ങൾ കഴിവതും, അതുമല്ല സമയം കിട്ടിയില്ല. ഒരുപാട് ക്ഷേത്രങ്ങൾ ഇങ്ങനെ കയറി ഇറങ്ങാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിനായിട്ട് അങ്ങോട്ട് മെനക്കെട്ടില്ല. കുഞ്ഞു ഐറ്റങ്ങളും കഴിച്ചുകൊണ്ടൊക്കെ ഞങ്ങൾ തട്ടിക്കൂട്ടി ഇവിടുന്ന് പോയി. നമ്മൾ അമ്പലങ്ങളിൽ നിന്നൊക്കെയുള്ള പ്രസാദങ്ങളാണ് കൂടുതലും കഴിച്ചത്. നമുക്ക് ഉച്ച സമയത്ത് അവിടെ നിന്ന് കിട്ടുന്ന പ്രസാദം കൊണ്ട് അതൊക്കെ കഴിച്ച് ഞങ്ങൾ വയറ് നിറച്ച് ഇവിടുന്ന് ഇറങ്ങി നമ്മൾ ചോറ് കഴിച്ചിട്ടേ ഇല്ല കേട്ടോ 3 ദിവസം. അപ്പോഴേ അങ്ങനെയൊക്കെയായിരുന്നു സുപ്പുവിൻ്റെ 2-3 ദിവസത്തെ സന്തോഷം കേട്ടോ. അത് നിങ്ങളോട് ആരോടും ഞാൻ പറയാതെ പോയതെന്ന് വെച്ചാൽ അതിന് തിരിച്ചു തന്നിട്ട് എല്ലാവരുടെയും കാര്യം പറഞ്ഞു എന്ന് പറയുമ്പോൾ സന്തോഷമല്ലേ. അപ്പോഴേ ഇന്നലത്തെ മാത്രം വീഡിയോ ആരുടെയും കണ്ടിട്ടില്ല. ഇന്നലെ നമുക്ക് ഒട്ടും സമയം കിട്ടിയില്ല കേട്ടോ. ഒരുപാട് ഇങ്ങനെ അമ്പലങ്ങളിൽ എനിക്ക് വണ്ടിക്കകത്തിരുന്നേരം വീഡിയോ കാണാമായിരുന്നു. കമൻ്റ് അയച്ചില്ലെങ്കിൽ ലൈക്കൊക്കെ തരുന്നുണ്ട്. കമൻ്റ് എല്ലാവർക്കും ഞാൻ തന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഇന്ന് മുതൽ നമ്മൾ ഇനി എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നലത്തെയും ഞാനത്തെയൊക്കെ കുറച്ച് വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇച്ചിരി ഫോൺ നമുക്ക് യൂസ് ചെയ്യാൻ ഒക്കത്തില്ല കേട്ടോ. ക്ഷേത്രങ്ങളിൽ അകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ ഒക്കത്തില്ല. അതുകൊണ്ട് നമ്മളെ എവിടെയെങ്കിലും ഏൽപ്പിച്ചിട്ടായിരിക്കും പോകുന്നത്. പിന്നെ ഇച്ചിരി ഞാനൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. പഴനി രാത്രി ഇറങ്ങിയപ്പോഴേ മധുര മീനാക്ഷി കോവിലിൽ, അതും വെളിയിലൊക്കെ ഇറങ്ങി ഞാൻ വെറുതെ ഇച്ചിരി ഒന്ന് എടുത്തത് കേട്ടോ. നിങ്ങൾ പറയത്തില്ല ഞാൻ കള്ളത്തരം പറഞ്ഞ് ഞാൻ പോയില്ലെന്ന് നിങ്ങൾ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ, അതിനാണ് കേട്ടോ. അപ്പോഴേ മീനാക്ഷി അമ്മയെ കണ്ടതിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. സന്തോഷമായിട്ട് മീനാക്ഷി അമ്മ അവിടെ ഇരിക്കുന്നു, മുരുകസ്വാമി അവിടെ സന്തോഷമായിട്ട് ഇരിക്കുന്നു. എന്ന് വെച്ചാൽ 10-15 മിനിറ്റ് ഈ സുപ്പുവിനെയും കുടുംബത്തെ അവിടെ നിരത്തി നിർത്തി അത് കണ്ടു. മുരുകസ്വാമി ഞങ്ങളെ അനുഗ്രഹിച്ച് വിട്ടിട്ടുണ്ട് കേട്ടോ. ഒത്തിരി 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 സന്തോഷം. പോയിടത്തെല്ലാം നമ്മളെ അവിടെ പിടിച്ച് നിർത്തി. നമ്മുടെ കണ്ണനാണെങ്കിൽ ഗുരുവായൂർ പോയപ്പോൾ അവസാനം ഞങ്ങളായിരുന്നു. അവിടെ നമ്മളെ പിടിച്ച് നിർത്തി കണ്ണൻ ഞങ്ങളെ കണ്ടു കേട്ടോ. ഞങ്ങൾ കണ്ണനെയും കണ്ടു. പിന്നെ ഇച്ചിരി സമയത്ത് എൻ്റെ അണ്ണൻ്റെ ആ സ്നേഹം എത്രത്തോളം ആഴത്തിലുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയായിരിക്കും ഇത്തിരി നേരത്തേക്ക് ഞങ്ങളെ തമ്മിലൊന്നും മാറ്റി നിർത്തിയത്. കണ്ണാ കേട്ടോ, ഇച്ചിരി നേരത്തേക്ക് വിഷമിപ്പിച്ചു. ഞാൻ പുള്ളിയെ വിടമാട്ടെ കേട്ടോ, എൻ്റെ അണ്ണനെ വിടമാട്ടെ. എന്തായാലും ഒത്തിരി ഒത്തിരി സന്തോഷം. എല്ലാവരെയും കാണാൻ പറ്റി. ദൈവമേ എന്ന് വെച്ചാൽ നമ്മൾ അത്രയ്ക്ക് ആ ഭക്തിയോടും ഇതുമായിട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് ദൈവം നമുക്ക് കൂടെയുണ്ട് കേട്ടോ. സത്യമായിട്ട് നമ്മൾ ആ വ്രതവും നമ്മുടെ അപ്പോഴത്തെ ഒരു എല്ലാം ഒരാഴ്ച കൊണ്ട് നമ്മൾ അങ്ങനെയാണല്ലോ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ ദൈവം നമ്മളെ നന്നായിട്ട് അനുഗ്രഹിച്ച് വിട്ടിട്ടുണ്ട്, സുഖിനെയും കുടുംബത്തിനെയും കേട്ടോ. അനുഗ്രഹം കുറച്ച് നിങ്ങൾക്ക് ഞാൻ തരുന്നുണ്ട്, എൻ്റെ കൂട്ടുകാർക്കും തരുന്നുണ്ട്. അനുഗ്രഹങ്ങളൊക്കെ കുറച്ച് കേട്ടോ. അപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷം. ഇന്നലെ വരെ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും കേട്ടോ. ഇച്ചിരി വീഡിയോ നമ്മുടെ ഇന്നലത്തെ ഞാനത്തെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുങ്ങളെ ഞാൻ ഈ കൂട്ടത്തിൽ ഇട്ടേക്കാം കേട്ടോ. ക്ഷേത്ര ദർശനമാണ് കേട്ടോ. ഇന്ന് 3ാമത്തെ ദിവസമാണ്. അപ്പോഴിന്ന് നമ്മൾ നമ്മുടെ വീട്ടിലെത്തിച്ചേരുന്നതാണ് കേട്ടോ. അപ്പോഴേ ഇന്നിപ്പോൾ നമ്മൾ ഞങ്ങൾ മധുരയിലെ മീനാക്ഷി അമ്മയെ കണ്ടിട്ട് നമ്മുടെ നാട്ടിലോട്ട് വരാൻ വണ്ടിയിലൊക്കെ ഇരിക്കുകയാണ് ഞങ്ങളെല്ലാവരും. അങ്ങനെ കുറച്ച് ക്ഷേത്രങ്ങളും കൂടെ നമ്മൾ സന്ദർശിച്ച് നമ്മുടെ നാട്ടിൽ എത്തിച്ചേരും. അപ്പോഴേ ഇന്നലെ രാത്രി നമ്മൾ പഴനിയിലൊക്കെ കയറി തൊഴുതു. അപ്പോഴവിടുത്തെ രാത്രി ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ ഇറങ്ങിയായിരുന്നു. അപ്പോൾ കുറച്ച് വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് നമ്മൾ മീനാക്ഷി അമ്മയെ കാണാൻ കയറിയപ്പം അവിടുത്തെ കുറച്ച് നമുക്ക് മൊബൈല് അതിനകത്ത് നമുക്ക് യൂസ് ചെയ്യാനൊക്കത്തില്ല. അപ്പോഴും ഫോണൊക്കെ നമ്മൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടൊക്കെയാണ് പോയത്. അപ്പോഴത് കഴിഞ്ഞ് ഞങ്ങൾ വെളിയിൽ ഇറങ്ങിയപ്പം
കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോഴേ ഇരിക്കെ എല്ലാവരും ഉണ്ട് കേട്ടോ, ഞങ്ങളെല്ലാവരും ഉണ്ട്. ഇരിക്കും. അപ്പോഴും നമ്മൾ ഇന്നത്തെ വീഡിയോ അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ 2-3 ദിവസം കൊണ്ട് സുപ്പു ഇങ്ങനെ കറക്കമായതുകൊണ്ട് നമ്മൾ തമിഴ്നാട്ടിലൊക്കെ വരുമ്പോൾ തമിഴത്തിൽ ലുക്കാവും കേട്ടോ. വട്ടക്കെട്ടൊക്കെ കെട്ടി, ദൈവമേ, വട്ടക്കെട്ടൊക്കെ കെട്ടി കുറച്ച് മുല്ലപ്പൂവൊക്കെ ഞാനും വാങ്ങിച്ചിരുന്നു. നമുക്ക് പിച്ചിപ്പൂവല്ലേ. അപ്പോഴ് അങ്ങനെ നമ്മളും തമിഴത്തെയായി കുറച്ച് സമയത്തേക്ക്. നമ്മളൊക്കെ ഓണത്തിനും വിഷുവിനും ഒക്കെ അല്ലേ ഇലയ്ക്കകത്ത് കഴിക്കുന്നേ. ഇവരുടെ നാട്ടിൽ വന്നാൽ നമുക്ക് എപ്പോഴും ഭക്ഷണം തരുന്നത് വാഴയിലക്കകത്ത് കേട്ടോ. പ്ലേറ്റ് അടിയിലുണ്ട്. ഇപ്പോഴും ഞങ്ങളുടെ ഉണ്ടെന്തേ ചപ്പാത്തി വാങ്ങിച്ചു. കറികൾ എന്നതാ ഏതൊക്കെയാണെന്ന് എനിക്കറിയാൻ വയ്യ. കൊള്ളാം കേട്ടോ. എന്തൊക്കെയോ കറികളുണ്ട്. ഈ കറി നല്ല സാമ്പാറിൻ്റെ ഇവിടെ സാമ്പാറാണോ എനിക്കറിയത്തില്ല. നമ്മുടെ സാമ്പാറും ഇവിടുത്തെ സാമ്പാറൊക്കെ വ്യത്യസ്തമായിരിക്കും. ഇതും ഒരു കറി കേട്ടോ. അപ്പോഴും നമുക്കതേ ഗോബി മഞ്ചൂരിയനെയും കിട്ടി. കൊള്ളാം കേട്ടോ. അതും കൊള്ളാം. നമ്മുടെ നാട്ടിലെ മഞ്ചൂരിയനെ മാത്രം കഴിച്ചുകൊണ്ടിരുന്നാൽ പറ്റുമോ? നമ്മൾ ഇവിടെയും വന്ന് കഴിക്കണം. ഇവർക്ക് മഷ്റൂം നൂഡിൽസ് വാങ്ങിക്കൊടുത്തോട്ടെ, അവർക്ക് അത് മതിയെന്ന് പറയും. അതവർക്ക് ഇഷ്ടം. ഇതേ നമ്മുടെ ഗോപിച്ചേട്ടനും ഉണ്ട് അക്കൂട്ടത്തിൽ തന്നെ കേട്ടോ. നമ്മൾ അമ്പലത്തിലല്ല, നമുക്ക് ഫോൺ കൊണ്ടുപോകാനൊക്കത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ പോയിട്ട് അമ്പലത്തിൽ കയറി തൊഴുതിട്ട് ഇറങ്ങി വന്ന് കുറച്ച് ലൊട്ടിലൊടുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. അതേ എന്തോ അമ്പലം നമ്മൾ മേളി വരെ പോയിട്ട് തൊഴുതിട്ടൊക്കെ ഇറങ്ങി വന്നതാണ് കേട്ടോ. എൻ്റെ പൊന്നെ, അവിടുന്ന് താഴോട്ട് നോക്കണം കേട്ടോ. എന്ത് രസമാണെന്നറിയാമോ? ലൈറ്റ്, കുഞ്ഞു ലൈറ്റൊക്കെ കാണാം. ഇവർക്കൊരു രാത്രിയിൽ ഉറക്കമൊന്നുമില്ല ഇവിടങ്ങളിലുള്ളവർക്കൊന്നും കേട്ടോ. അവരൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. കച്ചവടക്കാരും മതി. ഇവിടെ നല്ല ഫ്രഷ് ആപ്പിളും ഒരുപാട് പഴുത്തത് വേണ്ട, നമുക്ക് നല്ല ഫ്രഷ് പേരക്കയൊക്കെ കിട്ടും കേട്ടോ. പോകുന്നില്ല ഫോൺ എടുത്ത്. അപ്പോൾ ദേ നമ്മൾ മധുര മീനാക്ഷി കോവിൽ വന്നു, തൊഴുതിട്ടൊക്കെ ഇറങ്ങി കണ്ടോ. നല്ല തമിഴൊക്കെ പഠിച്ചല്ലേ ഇവിടെ വന്ന്. അറിയാം, തെരിയാതെ എന്നൊക്കെ പറയുന്നല്ലോ. ഒരു തമിഴ നിന്ന് വേറെ തമിഴ് പറയുന്നു. ആ തമിഴ് പറയുന്നു. ഫോൺ കയ്യിൽ കിട്ടിയത് ഇപ്പോഴാണ്, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഇതെന്തോ പൂവാ? എന്താ പൂവാന്ന് അറിയത്തില്ലല്ലോ. താമരപ്പൊട്ടൊക്കെ ഇരിക്കും. താമരപ്പൊട്ട അമ്പലത്തിൽ ഇതെന്തോ ഇതെന്തോ പൂവാ? ഇതെന്തോ എന്തോ അമ്മയ്ക്ക് വയ്ക്കണം.
താമരമൊക്കെ ഉണ്ട്. ഓടന്റെ ഇതൊക്കെ ഓടല്ലയോ? ഓ, നമുക്ക് തിരുമലക്കോവിൽ പോവാം കേട്ടോ. നീണ്ട കണ്ടോ, മേളിലറ്റം പോണം. നമുക്ക് മുരുകനെ കാണാൻ മേളിലറ്റാ പോകേണ്ടത്. അപ്പോഴ് മലയുടെ മേളിലാണ് അമ്പലം. അപ്പോഴേ